നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയുടെ സദാചാര ബോധത്തിനെതിരെ തുറന്നടിച്ച് രേണുസുതി. കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുവിന്റെ റീൽ വൈറലായി മാറിയിരുന്നു. ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിന്റെ പുനരാവിഷ്കാരമായിരുന്നു രേണുവിന്റെ റീൽ. വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി മാറുകയും ചെയ്തു. പിന്നാലെയാണ് രേണുവിന് നേരെ വീണ്ടും സൈബർ ആക്രമണം കടുത്തത്. ഇൻസ്റ്റഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമാണ് രേണു വീഡിയോ ചെയ്തത്. ചാന്തുപൊട്ട് സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിന്റെ റീക്രിയേഷൻ വീഡിയോ ആയിരുന്നു ഇത്. കടപ്പുറം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ വളരെ റൊമാൻറ്റിക്കായ രേണുവിനെയും ദാസേട്ടനെയുമാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് സൈബർ അമ്മാവന്മാരുടെ പ്രകോപനത്തിന് കാരണം. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം. നിരവധി പേർ രേണുവിനെതിരെ അധിക്ഷേപകരമായ കമന്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ വളരെയധികം മോശമായി പോയി എന്നും സുധിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നുമാണ് ഒരാളുടെ കമന്റ്. സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും? സുധിച്ചേട്ടന്റെ ആത്മാവ്, ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുകയാണ്. സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മറ്റൊരാൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ, കണ്ടേച്ചാലേ മതി എന്നാണ് മറ്റൊരു കമന്റ്. അങ്ങനെ പെണ്ണെന്താണ് എന്ന് കാണിച്ചു എന്ന് വേറൊരാൾ കമന്റ് ഇട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയുന്നില്ല, പകരം മാന്യമായി സമൂഹത്തിൽ ജീവിച്ചുകൂടെ, നല്ല വീഡിയോകൾ എടുത്ത് എന്നാണ് മറ്റൊരാൾ ഉപദേശിക്കുന്നത്. വളരെ സന്തോഷം. ഒരു നല്ല മനുഷ്യന്റെ പേരും പറഞ്ഞ് കുറെ കോപ്രായം കാണിച്ച് കാശുണ്ടാക്കുന്നല്ലോ. കുറച്ചൊക്കെ ആലോചിക്കണം. സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേനെ. ഇതിപ്പോൾ എന്തിനോ വേണ്ടി വീർപ്പുമുട്ടി ഇത്ര കാലം ഇരുന്നതായി തോന്നി. പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. അത് സുധിച്ചേട്ടന് മലയാളികളുടെ മനസ്സിലെ സ്ഥാനം മനസ്സിലാക്കി വരുന്ന ആളുകളാണ്. നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കിത് വളരെ മോശമായി തോന്നി. കുറെ ആളുകൾ നിങ്ങളെ സഹായിച്ചു. ഇപ്പോൾ സ്വന്തമായി വീടുണ്ട്, മോൻ പഠിക്കുന്നു, അതിന്റെ ചിലവ് ഫ്ലവേഴ്സ് നോക്കുന്നു. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് നല്ലതാണ്. കരയാനും പാടില്ല, ഹാപ്പിയായി ജീവിക്കണം. പക്ഷേ നിങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട്, അത് സുധിച്ചേട്ടന്റെ വൈഫ് എന്നുള്ള പേരിൽ. ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം രേണുവിനെ അഭിനന്ദിച്ചും ചേർത്ത് പിടിച്ചും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ട് എന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞു വീട്ടിലിരിക്കണം എന്ന് പറയുന്നവരോട് പോകാൻ പറ എന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ള സാരി ഉടുത്ത് എന്നും ഇരുന്ന് കരയണമോ എന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ രേണുവിനോട് പറയുന്നുണ്ട്. അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട്. എന്നാൽ വിമർശിച്ചവർക്കൊക്കെ തക്ക മറുപടി തന്നെ രേണു നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് വാഹനാപകടത്തിൽ കൊല്ലം സുധി മരണപ്പെട്ടത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.